ഹലോ ഗായ്സ്, ഹായ്. അപ്പം നമ്മൾ പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു. ഞങ്ങൾക്ക് ഓഫീസിൽ ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇത്തിരി ടയർഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ തീരുമാനത്തിലെത്തി പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ. അല്ലാതെ വേറെ രക്ഷയില്ല ഗായ്സ്, ഇൻവൈറ്റ് ചെയ്യാനൊന്നും ആരില്ലല്ലോ. സത്യം. ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോകണം. ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് നോമ്പറക്കാൻ. നിങ്ങൾ ആരെങ്കിലും വിളിച്ചാൽ ഞങ്ങളൊന്ന് നോമ്പ് വെക്കാട്ടോ, പണിയൊന്നുമില്ല അല്ലേ? ഞങ്ങൾക്ക് ചെറിയ ലൈറ്റ് ആയിട്ടൊക്കെ ഫുഡൊക്കെ മതി, ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും ഞങ്ങൾക്ക് വേണ്ട. പൊറോട്ട, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, അതുപോലെ വേറെ എന്തൊക്കെയാണ് ഇഷ്ടം? ബിരിയാണി, പാസ്ത, പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അത്രേ ഉള്ളൂ. ഞാൻ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, ഞങ്ങൾക്ക് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല കേട്ടോ. പിന്നല്ലാതെ പിന്നെ എവിടെ പോവാല്ലേ? ഇപ്പൊ നമ്മളിങ്ങനെ പോവാണ്. അതിലേറെ ഞങ്ങളുടെ വണ്ടിയിലേക്ക്, ഞങ്ങളുടെ പറക്കും തളികയിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഈ നോമ്പ് തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയാം? വീട്ടിലെ നാട്ടിലെ ഫുഡും അവിടുത്തെ നോമ്പ് പറയും ആൾക്കാരും ശരിക്കും നമ്മൾ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അവിടുത്തെ ഫുഡുകൾ. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മമാര് ഫുഡ് ഉണ്ടാക്കി വെക്കും. നമ്മുടെ വീട്ടിൽ എപ്പോഴും തരിക്കഞ്ഞി ഉണ്ടാവും. അപ്പോൾ തരിക്കഞ്ഞിയൊക്കെ കാണുമ്പോൾ കലിയ, ഇന്ന് ഈ തരിക്കഞ്ഞിയാണോ മാന്തിച്ച് എന്നും തമ്മിൽ തലോട് വഴക്കൂടും. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം തരിക്കഞ്ഞിയൊക്കെ കുടിക്കാനും നമ്മൾ എത്ര ഇവിടുത്തെ ഐറ്റംസ് പർച്ചേസ് ചെയ്ത് കുക്ക് ചെയ്താലും നമ്മുടെ നാട്ടിൽ ആ ഒരു ടേസ്റ്റോ ആ ഒരു ഫീൽ നമുക്ക് കിട്ടൂല. ശരിക്കും നമ്മുടെ ഉമ്മമാരെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളങ്ങനെ അൽസാജിലെത്തിയേക്കാണ് ഗൈസ്. ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക, ഒരാളവിടെ പുസ്തകം വായനയിലാട്ടോ ഫുഡ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് 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 എന്ന് പറഞ്ഞ് കരയുക. കണ്ട. അപ്പോൾ നമ്മുടെ ഫുഡുകളെല്ലാം വന്നിട്ടുണ്ട്. അപ്പം നാടൻ ചിക്കൻ കറി ഉണ്ട്. കണ്ടോളൂ. ഇവിടെ ഒരാൾ ചായ കുടിക്കാം, ഡയറ്റാന്നൊക്കെ പറയണം, പക്ഷെ ചായ കുടിക്കാം. ജിമ്മിലെ കോച്ച് കാണും കേട്ടോ. ചായ എന്ന് പറഞ്ഞാൽ വികാരം, ഇതെല്ലാം മലയാളികൾക്കുള്ളതാണ്. ഗായ്സ്, ഇതാണ് റമളാന്റെ ഭാഗമായിട്ട് നമ്മുടെ അൽസാജ് കിച്ചണിൽ ഇട്ടേണ ചെറിയൊരു തട്ടുകടയാണ്. നല്ലതായിരുന്നു കേട്ടോ, ഫുഡെല്ലാം നന്നായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ്. ഫേസൊക്കെ കണ്ടില്ലേ, ആകെ ടയേർഡായി. വീട്ടിൽ പോവാ, ഫ്രഷ് ആവുക, ഉറങ്ങുക, നാളത്തെ റൊട്ടീൻ വീണ്ടും ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് ഇനി നമ്മുടെ ലക്ഷ്യം. അതെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ ഇതിൽ ഫസ്റ്റ് ടൈമാണ്, ചെറിയ മിസ്റ്റേക്കുകൾ ഒരുപാടുണ്ടാവും. നിങ്ങൾ അതൊക്കെ കണ്ടില്ലാന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലും നനക്കി വിട്ടിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. എന്നാലാണ് നമ്മുടെ വീഡിയോസ് വരുമ്പോൾ അത് ആ ക്ലിങ് ഞങ്ങൾക്ക് ഇവിടെ കേൾക്കണം. അതാണ് നിങ്ങളുടെ സപ്പോർട്ട്. അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി അല്ലേ? എല്ലാവരും നോമ്പൊക്കെ എടുത്തിട്ട് നല്ല കുട്ടികളായി